ഇപ്പോൾ നമ്മളുള്ളത് ഊട്ടിയിലാണ് കേട്ടോ, ബൊട്ടാണിക്കൽ ഗാർഡൻ. രാവിലെ തന്നെ നമ്മൾ ഇന്നലെ റൂമൊക്കെ എടുത്ത് അങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്ന് നല്ല വൈബാണ്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ അവിടെ ടിക്കറ്റ് ചാർജ് വരുന്ന അഡൾട്ടിന് 100 രൂപയും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വരുന്നത് 5 വയസ്സിന് മേലേക്കുള്ളത് 50 രൂപയാണ്. ഒരുപാട് ഐറ്റംസുകളുണ്ട് കാണാൻ, ഗ്ലാസ് ഹൗസ് എല്ലാം നമുക്കൊന്ന് പോയി വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് എൻട്രൻസ്. നമ്മൾ അവിടുന്ന് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഉള്ളിൽ കയറുമ്പോൾ തന്നെ കണ്ടില്ലേ, പണ്ട് കാലത്തെ പോലെ പീരങ്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല വൈബാണ് കേട്ടോ. ഇത് രാവിലെ മോർണിംഗ് ടൈമിൽ തന്നെ കയറണം. അതായത് ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ പല ആളുകളും ഈ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്കായിരിക്കും ചെക്കൗട്ട് ഉണ്ടാകുക. പക്ഷേ ആ സമയത്തൊന്നും ഇറങ്ങിയിട്ട് കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ വീക്കെൻഡ് ഹോളിഡേയ്സൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മൾ പിന്നെ ഒരു ഈവനിങ് കണക്കാക്കിയിട്ട് വന്ന് റൂം എടുക്കണം. എന്നിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഈവനിങ്ങിൽ എന്ത് ചെയ്യണം, വന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടിട്ട് പോകുക. അല്ലാതെ ഉച്ച സമയത്തൊന്നും വന്നിട്ട് കാര്യമില്ല. നല്ല അടിപൊളിയായിട്ടോ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒക്ടോബർ മാസത്തിലാണെങ്കിലും ഇത്ര അടിപൊളിയായിട്ടേ സെറ്റ് ചെയ്ത അടിപൊളിയായിട്ടാണ്. പിന്നെ കയറി വരുമ്പോൾ തന്നെ നല്ല കുടിക്കാനുള്ള വെള്ളമുണ്ട്, ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ അതേപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റി. അപ്പോൾ ടിക്കറ്റ് ചാർജ് വരുന്നത് എന്താ വെച്ചാൽ അഡൾട്ടിന് വരുന്നത് 100 കേട്ടോ. പിന്നെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വയസ്സിന് മേലേക്ക് ഒരു 10 വയസ്സ് വരെ 50 രൂപയാണ് വരുന്നത്. ഇതാ ഡ്രിങ്കിങ് വാട്ടർ ഫുള്ള് ഫെസിലിറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ കൂളർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇതാ വാവ്, ഇതെന്താ നമ്മുടെ അശോക ചക്രത്തിലൊക്കെ ഉള്ള പോലെ അല്ലേ. ഏയ് താഴേക്ക് ഇറങ്ങ്. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയയാണ്. ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഏതാ 1848 ഓള് പറയണ പോലെ കേട്ടോ ജി. സംഭവം അടിപൊളി അല്ലേ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം ആളുകളില്ല. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും, ഇഷ്ടം പോലെ ആളുകളാവും കേട്ടോ. ഇപ്പോൾ തന്നെ അപ്പുറം സൈഡിലൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എല്ലാം കാണിച്ചു തരാം. ആരപ്പോൾ ഇത് ഫോട്ടോ ഒക്കെ എടുക്കണേ, സുബിയ. വാവ്, അടിപൊളി കേട്ടോ. കുട്ടിയൊക്കെ വന്നില്ലേ, സൂര്യകാന്തി ശരിക്കും പറഞ്ഞാൽ മെയ് മാസത്തിലാണ് മറ്റേ ഇതുള്ളതെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ അല്ലേ. ഇഷ്ടം പോലെ പൂക്കളാട്ടോ. ശരിക്കും ഒരു ഫ്ലവർ ഷോ കാണുന്നൊരു ഫീലിംഗ് അല്ലേ. സംഭവം അടിപൊളിയല്ലേ. ഇഷ്ടം പോലെ പൂക്കളാണ് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും അല്ല. ഊട്ടിയിൽ വരുന്ന ആൾക്കാർ എന്ത് മിസ് ചെയ്യരുത് കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഫുൾ എൻജോയിലാണ്. ഇഷ്ടം പോലെ അല്ലേ. ചെണ്ടുമല്ലി ഉണ്ട്, കുറേ ഐറ്റംസ്. ഇതാ അതേതാ ഇത്, അത് അറിയാമല്ലോ അല്ലേ. അതാണ് ഗ്ലാസ് ഹൗസ്. പിന്നെ അതേപോലെ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാനും പറ്റും കേട്ടോ. നല്ല അടിപൊളി. ഇതൊക്കെ ഏതാ, പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മളുടെ ഏരിയയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനത്തെയൊക്കെ. ഇതല്ലേ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പിന് ഉണ്ടാകുന്നതാണ്. അതിന് പറ്റിയ ചെടി അല്ലേ. ഇതൊക്കെ തണുപ്പിന് അതുണ്ടോ. ഇതാണ് അപ്പോൾ ഗ്ലാസ് ഹൗസ് കേട്ടോ. വാ അടിപൊളി. വാ നോക്ക്, ഗ്ലാസ് ഹൗസ്. ഇതൊക്കെ ആരും മിസ്സാക്കരുത്. 100 രൂപ പോയാലും സംഭവം അടിപൊളി അല്ലേ. ആന്തൂറിയം. വാവ്, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തല്ലേ. ഒന്നും ഉള്ളിൽ തുടരുത്തിട്ടോ. ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ടാൽ മതിയേ. ഒക്കെ നടുവിൽ സെറ്റാക്കി നോക്ക്. ഇഷ്ടം പോലെ കേട്ടോ, പല വെറൈറ്റീസാണ് അല്ലേ. സിൽവർ ഡസ്റ്റ്. ഇതാ സിൽവർ ഡസ്റ്റ് പറഞ്ഞാണ്ട് ഇതിൻ്റെ മേളിലൊരു പൊടി പോലെ കണ്ടില്ലേ. കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. ഏതാ കള്ളിമുൾച്ചെടികൾ അല്ലേ. ഉണ്ടോ, പല വെറൈറ്റീസ് ഓഫ് കള്ളിമുൾച്ചെടികളാണ് കേട്ടോ. അടിപൊളി അല്ലേ. കറ്റാർ വാഴ. എൻ്റെ കുഞ്ഞാവയ്ക്ക് അറിയാം കേട്ടോ. അതെന്താ കുഞ്ഞാവേ, അതെന്താ കറ്റാർ വാഴേ. അതാ ഉണ്ടേ. പിന്നെ ഇതാ കറ്റാർ വാഴ, കുഞ്ഞാവയ്ക്ക് അറിയാം. ഇഷ്ടം പോലെ വെറൈറ്റി അല്ലേ. അടിപൊളി അല്ലേ. ഇതൊക്കെ നല്ല അടിപൊളി സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ. വാവ്, ഇതിപ്പോൾ ശരിക്കും ഒക്ടോബർ മാസമാണ് കേട്ടോ, 2025 ഒക്ടോബർ. പക്ഷെ ഈ സമയത്തൊക്കെ ഇത്രയും നല്ല പൂക്കളിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ മറ്റേ ഫ്ലവർ ഷോയ്ക്ക് വരണമെന്നൊന്നുമില്ല, അത്രയും വെറൈറ്റീസാണ്. ഫ്ലവർ ഷോയ്ക്ക് വന്നാൽ ഇത് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ റോസ് ഗാർഡനിൽ പോകണം, അവിടെ എന്താ ഉള്ളതെന്നുള്ളത് നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അല്ലേ? വേറെ ഏതാ പിന്നെ? ഇതൊക്കെ അടിപൊളി കേട്ടോ, അവിടെ ഉണ്ട്. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഊട്ടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മക്കളെ ശനി ഞായർ ദിവസങ്ങളിൽ, ഇപ്പം ഞങ്ങൾ വന്നത് ശനിയാണ്, ഇന്ന് സൺഡേയാണ്, ശനി ഞായർ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, വരാതിരിക്കുക മാക്സിമം. എന്താ സംഭവം എന്ന് വെച്ചാൽ റൂമിനൊക്കെ നല്ല ചാർജാണ്. ഇപ്പം ഞങ്ങൾ തന്നെ എടുത്തതിന് പരിചയമുള്ളതുകൊണ്ട് ഒരു 2500 കിട്ടി. അല്ലെങ്കിലുണ്ടല്ലോ നല്ല റേറ്റാണ്, 6000 8000 ആ റേഞ്ചൊക്കെയാണ് പറയണത്. അപ്പോൾ അത് നോക്കിയിട്ട് പരമാവധി വീക്കെൻഡ് ഒഴിവാക്കിയിട്ട് വരിക, അതേപോലെ ഹോളിഡേയ്സ് ഒഴിവാക്കുക. ഇതൊക്കെ അടിപൊളി അല്ലേ? ഏതാ? കോളിഫ്ലവറാ? ഇപ്പോൾ ഊട്ടിയിൽ വന്നിട്ട് ഇപ്പോൾ മുതലായത് ഇപ്പോൾ ഇവർക്ക് ഉണ്ടാക്കും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് അടിപൊളി അല്ലേ? ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഫുള്ളാവും. ഇപ്പോൾ തന്നെ അപ്പുറമൊക്കെ ഫുള്ളായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഓടി കളിക്കാം. മരങ്ങളൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സെറ്റപ്പാക്കി അടിപൊളിയാവും അല്ലേ? ടൂറിസം. പക്ഷെ നല്ല ക്ലൈമറ്റ് വേണം അതേപോലെ. ഇപ്പം രാവിലെ തന്നെ വരണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. താമരയാണോ ആമ്പലാണോ എന്നുള്ളത് ഐഡിയ ഇല്ല. ആ പറ. ആ വാട്ടർ മെലോൺ ഉണ്ടല്ലോ അവിടെ, അതിരിക്കാൻ പറ്റിയനി? എവിടെ? ഇതാണ് കേട്ടോ വാട്ടർ മെലോണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇരിക്കാൻ പറ്റിയ കേട്ടോ നമ്മുടെ വാട്ടർ മെലോണിൻ്റെ അല്ലേ? എങ്ങനെയുണ്ട് നോക്ക്. ആ രസമുണ്ടല്ലോ. വാവ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതാ ഓമക്കേൻ്റെ ഒരുപാട് മോഡലിലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വലിയ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ സെറ്റ് ആക്കിയാണ് കേട്ടോ. കൊടേൻ്റെ അടിയിൽ നല്ല അടിപൊളിയായിട്ട് അല്ലേ? പിന്നെ പല ആപ്പിള് ഫ്രൂട്ട്സിൻ്റെയൊക്കെ അതിൽ ആപ്പിള് ഒരാൾ അങ്ങോട്ട് ഓടുക, ഒരാൾ ഇങ്ങോട്ട് ഓടുക. ഇവിടെ ഗ്രൂപ്പായിട്ടൊക്കെ ആൾ വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറ അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. ആളുകളൊക്കെ വന്ന് തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കാവും. ഇതൊരു വെറൈറ്റി ആണല്ലോ അല്ലേ? ഇതെന്താ കഴുകനോ? ഒട്ടപക്ഷിയ? വൾച്ചർ പ്രൈഡ് ഓഫ് ദ നീൽഗിരീസ്. തൊടല്ലേ ഒരു സാധനത്തുമ്പോൾ തുടരുത് കേട്ടോ. എന്താ മോഡൽ ഹട്ട്? തേൻ എന്താ മലറോ? എന്താ കടകളൊക്കെയാന്ന് തോന്നുന്നുണ്ട്. തേൻമലർ. ഇവിടെയൊക്കെ കടകളുടെയൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ആളുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അത്യാവശ്യം ഫില്ലാകാനായി. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ ഊട്ടി കാണുന്നത്? സൂം ചെയ്താൽ ക്ലിയർ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് സൂം ചെയ്യാത്തത്. എന്തായാലും നമ്മളെക്കാട്ടിലും കുട്ടികൾക്കാണ് എൻജോയ് ചെയ്യാൻ പറ്റുക. അവർക്ക് ഫോട്ടോസ് എടുക്കാൻ കാര്യങ്ങൾ ഭയങ്കരമായിട്ട്. ചെല്ല് എല്ലാവരും നിൽക്ക്. ഫോട്ടോസ് ഇങ്ങനെ എടുക്കുക ഇഷ്ടം പോലെ. നീ കുഞ്ഞാവി എടുക്ക്. ഇത് മൗഗ്ലിയോ? സംഭവം രാവിലെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഉള്ളിലത്തെ TTDC ഉള്ളിലത്തെ കടകളൊക്കെ ക്ലോസ് ആണ്. വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, കൂളർ കാര്യങ്ങളൊക്കെ. വാട്ടർ ATM എന്തൊക്കെയാ ഐറ്റംസ് അല്ലേ? ഇത് അടിപൊളി അല്ലേ? എങ്ങനെ? 200 ml 1 രൂപ, 400 ml 2 രൂപ, 5 രൂപ. ഇത് നല്ലൊരു സംവിധാനമാണല്ലോ. അത് മേളിൽ പൈസ ഇടുക, താഴെ നമ്മൾ ബോട്ടിൽ വെക്കുക. കുഴപ്പമില്ല അല്ലേ? ഇത് അടിപൊളി അല്ലേ? നമ്മളെ ATMൻ്റെ അതേ സിസ്റ്റം. ഇന്ത്യയുടെ മാപ്പ് ഉണ്ടാക്കി വെച്ച് നോക്കാം. അവിടെ ഇന്ത്യേൻ്റെ മാപ്പ് കണ്ടോ എന്താ സെറ്റാക്കിയിട്ട്. ശ്രീലങ്കയുണ്ട്, കേരള, തമിഴ്നാട്, മൊത്തം സ്റ്റേറ്റുകളത് അടിപൊളിയായിട്ട് ചെടികൾ കൊണ്ട് ഉണ്ടാക്കിക്കുക. ഈ ബ്ലൂവിൽ കാണുന്നത് കടലാണ് കേട്ടോ. സംഭവം അടിപൊളിയായില്ലേ? പിന്നുള്ളത് ഇറ്റാലിയൻ ഗാർഡൻ. അത് ഇറ്റാലിയൻ ഗാർഡനാണ്. ഇതാണ് ഇറ്റാലിയൻ ഗാർഡൻ. എന്തായാലും അടിപൊളി പൂക്കളാണ്, ഒരു രക്ഷയില്ല. ഇതാടാ അലിയ വെറൈറ്റിയില്ലേ? ഇഷ്ടംപോലെ കളറാട്ടോ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. പൂക്കൾ നല്ല ക്ലൈമറ്റിൻ്റെ തന്നെയാണ് മെയിനില്ലേ? നല്ല തണുത്ത കാലാവസ്ഥയായിട്ടേ ഫുള്ള് CCTV ആട്ടോ എല്ലായിടത്തും. ഇപ്പോൾ വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, പരമാവധി കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക, ഈ ചെടികൾ പറിക്കാതിരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ കാര്യങ്ങളൊന്നും കൊണ്ടുവരരുത്.
ഫോട്ടോ എടുത്ത് മരിക്കും, അത്രയാണ് അല്ലേ. എവിടെ തിരിഞ്ഞാലും അടിപൊളി ബാക്ക്ഗ്രൗണ്ടും സീനറിയാണ്. മെമ്മറി ഫുള്ളാവും കേട്ടോ. ഇറ്റാലിയൻ ഗാർഡൻ. ഇത് താമരയാ, ഇതിൽ വിരിഞ്ഞില്ല അല്ലേ? താമര ആമ്പലം തോന്നി. ആ ആ അതിൻ്റെ മേലെയോ? അതിൻ്റെ മേലെ അതിലല്ലേ പോവാ? അതിൻ്റെ മേലേ അപ്പുറത്ത് കൂടെ പോവാ. അതിൽ കയറിയിട്ട് ഇങ്ങനെ പോകണം. ശരി, അത് നോക്കാനാണ്. അല്ലാതെ ഇതോ കുഞ്ഞാവ ആന നോക്കാന. അതാ എലിഫൻ്റാ? എലിഫൻ്റ് എന്ന് പറയാ. ആ ഡോണ്ട് ടച്ച്. ആ 500 റുപ്യാണ് കേട്ടോ ഫൈന്. ഇതൊക്കെ നമ്മുടെ മറ്റേ കുറ്റിമുല്ലല്ലോ, എന്താ അതിൻ്റെ പേര്? അതിൻ്റെ അതേപോലെ അല്ലേ, വെറൈറ്റി മുല്ലപ്പൂവ്. ആ പീരങ്കി ഉണ്ടല്ലോ അവിടെ, പീരങ്കീൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തോ അല്ലേ? ഇത് ഫോട്ടോ അല്ലേ, ഇത് വീഡിയോ ആണ്. ഡ്രിങ്കിങ് വാട്ടർ, വെള്ള സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതാ ഗ്ലാസ്, അതാ വെള്ളം വേണോ? ഗ്ലാസ് എടുത്തോ. ഇതായിക്കുന്നുണ്ടല്ലേ, എല്ലായിടത്തും വെള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി വ്യൂ ആണ് അല്ലേ. അതിന് മേലെ നിന്ന് ഇങ്ങനെ ഫുൾ ഊട്ടി കാണാം കേട്ടോ. ടോപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെയോ? അത് അതിലേ പോകണം, പ്രശ്നം അതിൻ്റെ മുകളിൽ. ഇതെന്തൊരു ട്രീ ഹൗസ് പോലെ. ഉള്ളിലെന്താ ഫുഡ് കഴിക്കാനുള്ള? ജോലിക്കാർക്ക് ഫുഡ് കഴിക്കാനല്ലേ. ഊട്ടിയിൽ ഊട്ടിപ്പട്ടീനെ കണ്ടില്ല, വേണ്ട. വാ. അപ്പം അങ്ങനെ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടോ. ഇനി പോയി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണം, നല്ല വിശപ്പ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഊട്ടി വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ട് വരിക, അടിച്ച് പൊളിക്കുക കേട്ടോ. നമ്മൾ വന്ന പോലെ അല്ല കേട്ടോ, അത്യാവശ്യം നല്ല ആളുകളായേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.